ജാനകി എന്നാൽ അശ്ലീലമാണ്, പ്രകോപനപരമാണ്, കുറ്റകരമാണ്, വംശത്തെയും മതത്തെയും അവഹേളിക്കുന്നതുമാണ്. ജൂൺ 27-ന് ആഗോള റിലീസിനൊരുങ്ങിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് സെൻസർ ബോർഡ് ഉന്നയിച്ച വാദങ്ങളാണിവ. ഇതാദ്യമായല്ല സെൻസർ ബോർഡ് സിനിമകൾക്ക് കത്തിവെക്കുന്നത്. പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കൈകടത്തുന്നത് ഇവർക്കൊരു ഹോബിയാണെന്ന് തോന്നും. എമ്പുരാനിലെ പ്രമാദമായ 24 കട്ടിന് ശേഷം ബോർഡ് കൈവച്ചിരിക്കുന്ന സിനിമയാണ് JSK അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് ജാനകി. പേര് മാറ്റണമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ നിർദ്ദേശം. ജാനകി എന്ന പേര് മതപരമായ വിഷയമാണെന്നും അതൊരു മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുമെന്നുമാണ് ഉയർത്തുന്ന വാദം. ചിത്രത്തിന്റെ പേര് മാറ്റണം, അതോടൊപ്പം ഡയലോഗുകളിൽ നിന്നും വേറെ എവിടെയൊക്കെ ജാനകി കടന്നു വരുന്നുണ്ടോ അവിടെ നിന്നൊക്കെയും ഒഴിവാക്കണം. എമ്പുരാനിൽ 24 കട്ടെങ്കിൽ JSK മൊത്തത്തിൽ കട്ട് ചെയ്ത് ഇറക്കേണ്ടി വരുമെന്നർത്ഥം. പിന്നെ എന്ത് സിനിമ, എന്താവിഷ്കാര സ്വാതന്ത്ര്യം? പ്രശസ്ത അഭിനേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത്. സംഭവത്തിൽ പ്രതികരിക്കാതെ മാതൃകയാവുകയാണ് മന്ത്രി ഇപ്പോൾ. സ്വന്തം സിനിമയായിട്ട് പോലും കലാകാരന്മാർ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചൊന്ന് ഉരിയാടാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അനിഷ്ടമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ഭരത്ചന്ദ്രൻ സ്റ്റൈലിൽ ഡോണ്ട് ട്രൈ ടു പ്ലേ ഫൂൾ വിത്ത് മീ എന്ന് പറയാൻ മടി കാണിക്കാത്ത ആളാണ് ഇപ്പോൾ വാ തുറക്കാതെ സൈലന്റ് മോഡിൽ ഇരിക്കുന്നത്. സെൻസർ ബോർഡിനോട് കേരള ഹൈക്കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ജാനകി എങ്ങനെ മതപരമായ വിഷയമാകും? എന്തിനാണ് പേര് മാറ്റുന്നത്? എന്ത് കഥ പറയണമെന്നും ഏത് പേര് പറയണമെന്നും കലാകാരന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല, ശരിയല്ലേ? കഥയും അതിലെ പേരുമൊക്കെ കഥാകാരന്റെ സൃഷ്ടിയല്ലേ? അതിൽ തന്നെ ഒരു പേരെങ്ങനെയാണ് മതപരമായ വിഷയമാകുന്നത്? അങ്ങനെയെങ്കിൽ പാക്ക് മാറ്റി സ്ത്രീ ആക്കിയതുപോലെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പേര് മാറ്റണമെന്ന ഉത്തരവും അധികം വൈകാതെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സെൻസർ ബോർഡിന്റെ ജോലി? 1982-ലെ സിനിമാറ്റോഗ്രാഫ് ആക്ട്, 1983-ലെ സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ റൂൾസ് എന്നിവ പ്രകാരം സാമൂഹിക മൂല്യങ്ങളെ ഗണ്ണിക്കാതെ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ വിലങ്ങുതടിയാവാതെ ജനങ്ങൾക്ക് ആരോഗ്യകരമായ വിനോദ ഉപാധിയായി സിനിമയെ മാറ്റുക എന്നതാണ് സെൻസർ ബോർഡിന്റെ കടമ. അതുപ്രകാരം സിനിമ കണ്ട് അതിനെ കാറ്റഗറി അനുസരിച്ച് തരംതിരിച്ച് സർട്ടിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ജോലി. പക്ഷെ സമകാലിക ഇന്ത്യയിലെ സെൻസർ ബോർഡ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കലയിലും കലാകാരന്മാരിലും അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ വെട്ടിക്കീറി പരിക്ഷീണരായി മാറിയ സിനിമകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ കണ്ണിയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. സിനിമയുടെ പേര് മാറ്റാൻ കഴിയില്ല എന്ന നിലപാടാണ് അണിയറ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. അപകീർത്തികരമായതോ വംശീയ അധിക്ഷേപമുള്ളതോ ആയ യാതൊന്നും സിനിമയിലില്ല. അത് സിനിമ കണ്ടു നോക്കിയാൽ മനസ്സിലാകും. പ്രദർശനാനുമതി നിഷേധിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നിർമ്മാതാക്കൾ പറയുന്നു, സിനിമ കണ്ടതിനു ശേഷം മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന തീരുമാനത്തോടൊപ്പം ഹൈക്കോടതി സിനിമ കണ്ടു കഴിഞ്ഞു. കോടതി വിധി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. വിഷയത്തിൽ ഒരു കലാകാരൻ എന്ന നിലയിലും താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ താല്പര്യാർത്ഥം വന്ന നടപടി എന്ന നിലയിലും സുരേഷ് ഗോപി മൗനം വെടിയേണ്ടതുണ്ട്. JSK നേരിടുന്ന കടുത്ത വെല്ലുവിളി ജാനകി എന്ന പേര് മാത്രം മാറിയാലും പോരാ, ജാനകി എന്ന് എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അതൊക്കെ വെട്ടിത്തിരുത്തുകയും വേണം എന്നതാണ്. ഈ ക്രൂരത സിനിമ തന്നെ ഉപേക്ഷിക്കുന്നതാണ് അതിലും നല്ലത് എന്ന തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകരെ എത്തിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യ ഇന്നും ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. പൗരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടന പരമോന്നതമായി നിലനിൽക്കുന്നിടത്തോളം കാലം കലാകാരന്മാർ ഇതുപോലെ ക്രൂശിക്കപ്പെടാൻ പാടില്ലാത്തതുമാണ്.